കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയ റഫേൽ ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കാൻ പുതിയ ബെഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി. തെറ്റായ വിവരങ്ങൾ നൽകിയ കേന്ദ്ര സർക്കാർ പ്രതിനിധിക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആവശ്യപ്പെടുന്ന ഹർജികളും തുറന്ന കോടതിയിൽ കേൾക്കും. അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് പുനഃപരിശോധനാ ഹർജികൾ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് സുപ്രീം കോടതി വാദം കേൾക്കുന്നത്. വിധിന്യായത്തിലെ തെറ്റുകൾക്കെതിരെ തിരുത്തൽ ഹർജി നൽകി പ്രതിരോധിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. റഫേൽ ഇടപാടിലെ ക്രമക്കേടുകൾ അനുദിനം പുറത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് മുൻപത്തെ വിധിന്യായം തുറന്ന കോടതിയിൽ പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നത്. ഡിസംബർ 14 റഫേൽ വിധിന്യായത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുള്ള ഹർജി പരിഗണിക്കണമെന്ന് മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുമ്പിൽ പരാമർശിച്ചു. മറുപടി പറഞ്ഞ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ഹർജിയിൽ വാദം കേൾക്കാൻ പുതിയ ബെഞ്ച് രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കി. വിധി പറഞ്ഞ ജസ്റ്റിസുമാർ അവരുടെ ചേംബറുകളിൽ പുനഃപരിശോധനാപേക്ഷകളിൽ തീരുമാനമെടുക്കുക എന്ന പതിവ് രീതിയിൽ നിന്നു മാറി അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ പുതിയ ബെഞ്ച് പുനഃപരിശോധനാ ഹർജികൾക്കായി രൂപീകരിക്കാറുള്ളൂ. നേരത്തെ കേസിൽ വാദം കേട്ട ജസ്റ്റിസുമാർ എല്ലാവരും പുതിയ ബെഞ്ചിൽ ഉൾപ്പെടാനുള്ള സാധ്യതയും കുറവ്. റഫേൽ പ്രതിരോധ ഇടപാടിനെ കുറിച്ച് തുടരന്വേഷണം തള്ളിയും പ്രതിരോധ മന്ത്രാലയത്തിന് ക്ലീൻ ചീട്ട് നൽകിയുമായിരുന്നു ഡിസംബർ 14 വിധി. ഈ നിഗമനങ്ങളിലെത്താനുള്ള കാരണങ്ങളെക്കുറിച്ച് വിധിന്യായത്തിൽ പരാമർശിക്കുന്ന ഭാഗത്താണ് തെറ്റ് കണ്ടെത്തിയത്. റഫേൽ ഇടപാടിനെ കുറിച്ച് CAG റിപ്പോർട്ട് സമർപ്പിച്ചെന്നും അത് പരിശോധിച്ച പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കരാറിൽ പ്രശ്നമില്ലെന്ന് വിലയിരുത്തിയെന്നും വിധിന്യായത്തിൽ പറയുന്നു. എന്നാൽ അതിനും 2 മാസം കഴിഞ്ഞായിരുന്നു CAG റിപ്പോർട്ട് തയ്യാറാക്കിയത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആകട്ടെ ഇതുവരെ പരിശോധിച്ചിട്ടുമില്ല. സീൽ കവർ നടപടി പ്രകാരം കേന്ദ്ര സർക്കാർ രഹസ്യമായി സമർപ്പിച്ച സത്യവാങ്മൂലങ്ങൾ വഴി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നാണ് ഹർജിക്കാരുടെ ആരോപണം. ഇതിന് കാരണക്കാരനായ കേന്ദ്ര സർക്കാർ പ്രതിനിധിക്കെതിരെ നടപടിയും ഹർജിക്കാർ ആവശ്യപ്പെടുന്നു. ആവശ്യങ്ങളെല്ലാം തുറന്ന കോടതിയിൽ കേൾക്കാമെന്ന സുപ്രീം കോടതി തീരുമാനം കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളായി എംപാനൽഡ് ജീവനക്കാർ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. തൊഴിലാളികളെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഫോർമുല രൂപാന്തരപ്പെട്ടതായി സൂചന. ഗതാഗത മന്ത്രി തിരുവനന്തപുരത്ത് എത്തിയാലുടൻ സമരം പിൻവലിക്കുമെന്ന് എംപാനൽഡ് ജീവനക്കാർ. LDF കൺവീനർ A. വിജയരാഘവനുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയെ തുടർന്നാണ് ഫോർമുല രൂപാന്തരപ്പെട്ടത്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എംപാനൽഡ് ജീവനക്കാർ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്താനിരുന്ന മാർച്ച് ഉപേക്ഷിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളായി തുടരുന്ന എംപാനൽ ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പിലേക്കെന്ന സൂചനയാണ് തൊഴിലാളി സംഘടനാ നേതാക്കൾ നൽകുന്നത്. AKG സെന്ററിലെത്തി LDF കൺവീനർ A. വിജയരാഘവനുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരുന്നു സംഘടനാ നേതാക്കന്മാരുടെ പ്രതികരണം. LDFന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ പിന്തുണ കിട്ടിയിട്ടുണ്ട്. അത് മന്ത്രി തലസ്ഥാനത്ത് എത്തുന്ന മുറയ്ക്ക് വിപുലമായ ചർച്ച നടത്തി ഈ സമരം പര്യവസാനിക്കും. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് ഇന്ന് എംപാനൽ ജീവനക്കാർ നടത്താൻ നിശ്ചയിച്ചിരുന്ന മാർച്ച് അവർ ഉപേക്ഷിച്ചു. ജീവനക്കാരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടായതായിട്ടാണ് തൊഴിലാളി സംഘടനാ നേതാക്കൾ നൽകുന്ന വിവരം. KSRTC എംപ്ലോയീസ് യൂണിയൻ CITU ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ 10 വർഷവും 120 ഡ്യൂട്ടിയുമുള്ളവരെ സ്ഥിരപ്പെടുത്തുന്നതിന് സുപ്രീം കോടതി സാധൂകരിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു കേസിൽ സാധൂകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള 2300ഓളം തൊഴിലാളികൾ ഈ പിരിച്ചുവിടപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. സ്വാഭാവികമായി ആ സുപ്രീം കോടതിയുടെ വിധി കൂടി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ വിധിക്ക് കണ്ടംപ്റ്റാകാത്ത തരത്തിൽ നിയമപരമായ വഴി തെളിച്ചുകൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ, വൺ ടൈം സെറ്റിൽമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു നടപടി സ്വീകരിക്കുക. ഒന്നാമത്തെ അതാണ്. 1989 ഒരു ആക്ട് ഉണ്ട്, ബദലി ആക്ട്. അപ്പോൾ ആ ആക്ടിൻ്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് ആ ഈ വേക്കൻസിയിൽ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സമരം ഉടൻ തന്നെ ഒത്തുതീർപ്പാകുമെന്നാണ് പ്രതീക്ഷയെന്നും LDF കൺവീനർ A. വിജയരാഘവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസങ്കീർണതകളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കെങ്ങനെ പ്രശ്നം പരിഹരിക്കാം എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായി ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അത് തൊഴിലാളികളുമായിട്ട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഗവൺമെൻറ്റുമായിട്ട് കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് എംപാനൽ ജീവനക്കാരെ KSRTC പിരിച്ചുവിട്ടത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ നടത്തുന്ന സമരം രമ്യമായി അവസാനിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. NSSുമായി ചർച്ചയ്ക്ക് തയ്യാറായത് ശത്രുതയില്ലാത്തതിനാലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറഞ്ഞത് ദൗർബല്യമായി കാണരുത്. സർക്കാർ നടപ്പാക്കിയത് സുപ്രീം കോടതി വിധിയാണെന്നും വിധിയോടുള്ള എതിർപ്പ് സർക്കാരിനോട് കാണിച്ചിട്ട് കാര്യമില്ലെന്നും കോടിയേരി പറഞ്ഞു. ഒരു കൂട്ടർക്ക് മാത്രം താല്പര്യമുണ്ടായ ചർച്ച നടക്കില്ല. ഞങ്ങൾക്ക് NSSനോട് യാതൊരു ശത്രുതയില്ല. എന്ന് വ്യക്തമാക്കാനാണ് ആ പ്രസ്താവന. ദൗർബല്യമായി NSS കരുതുന്നത്.
ശബരിമല വിഷയം സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ് എടുത്തിട്ടില്ല. സുപ്രീം കോടതിയാണ് തീരുമാനം. സുപ്രീം കോടതിയോടുള്ള പ്രതിഷേധം ഗവൺമെൻറ്റിനോട് പ്രകടിപ്പിക്കുക എന്നുള്ളത് സമീപനമാണ്. സുപ്രീം കോടതി ഇപ്പോൾ NSS തന്നെ റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ട്. ആ റിവ്യൂ ഹർജിയുടെ മേൽ NSSന്റെ തീരുമാനമാണ് സുപ്രീം കോടതി അംഗീകരിക്കുന്നത്. ആ തീരുമാനം ഗവൺമെൻറ് നടപ്പാക്കുക അതാണ് സർക്കാർ പറയുന്നത്. ഇത് സംബന്ധിച്ച് NSS കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഘടന എന്നുള്ള അംഗീകാരം കൊടുക്കാനാണ് ചർച്ചയ്ക്ക് തയ്യാറാവുന്നത്. താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള അവരാണ് നിലപാട് ചെയ്യുന്നത്. താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്കതിലൊന്നും ചെയ്യാനില്ല. NSS സമദൂരം വിട്ട് പോയി എന്നാണോ എനിക്ക് മനസ്സിലാക്കുന്നത്? NSS പലപ്പോഴും പല നിലപാട് സ്വീകരിക്കാറുണ്ട്. ആദിവാസികളെ കുടിയൊഴിപ്പിക്കാനുള്ള സുപ്രീം കോടതി നീക്കത്തിനെതിരെ അപ്പീൽ നൽകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് നയിച്ചതെന്നും കോടിയേരി. എന്നാൽ 800-ൽ പരം കുടുംബങ്ങൾക്ക് കേരളത്തിൽ കൈവശാവകാശ രേഖ കിട്ടിയിട്ടില്ല. അത് മുഖ്യമായി വയനാട് ജില്ലയിലുള്ളവരാണ്. അവരെ ഒഴിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ഇന്നലെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ദീർഘകാലമായി വനത്തിൽ താമസിക്കുന്ന ആദിവാസികളെ ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത് ആദിവാസി സമൂഹത്തോട് സ്വീകരിക്കുന്ന ഒരു ക്രൂരമായ നിലപാടായിരിക്കും. എന്നാൽ ഇത് കേന്ദ്ര ഗവൺമെൻറ്റും ഭാഗത്തുണ്ടായ അനാസ്ഥ, അതിൻ്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഇത്തരം ഒരു വിധി ഉണ്ടായത്. ഇത് കണക്കിലെടുത്ത് സുപ്രീം കോടതി വിധിക്കെതിരെ സംസ്ഥാന ഗവൺമെൻറ് അപ്പീൽ സമർപ്പിക്കണം. ആദിവാസി ജനവിഭാഗത്തെ സഹായിക്കാൻ സാധ്യമാകുന്ന എല്ലാ നടപടികളും LDF ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കും. കാസർഗോഡ് സംഭവത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ മാധ്യമങ്ങൾക്ക് നൽകുകയല്ല വേണ്ടതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പീതാംബരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേസിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്കാണ് ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് വല്ല വിവരവും ഉണ്ടെങ്കിൽ അത്തരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയാണ് വേണ്ടത്. അതിനു പകരം മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് അന്വേഷണം നടത്തുന്ന രീതി, അത് കൊണ്ടൊരു അന്വേഷണവും ഫലപ്രദമാകില്ല. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുള്ള ആളുകളെല്ലാം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വിവരങ്ങൾ നൽകുക. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലപാട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തികൾ പോയിട്ട് സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സഹായം മാത്രമായിരിക്കും അത്. പാർട്ടി എന്നുള്ള നിലയിൽ ഇത് സംബന്ധിച്ച് ഉൾപ്പെട്ട ആർക്കും തന്നെ ഒരു സഹായവും നൽകുകയില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. പെരിയ കൊലപാതകത്തിൽ ഇരയായവരുടെ വീട്ടിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പോയത് നല്ല കാര്യമെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ. എന്നാൽ LDF നേതാക്കൾ വീട് സന്ദർശിച്ചതുകൊണ്ട് മാത്രം എല്ലാത്തിനും പരിഹാരമാകുമെന്നും കരുതുന്നില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. LDF നേതാക്കൾ കൊല്ലപ്പെട്ട യുവാക്കളുടെ വീട് സന്ദർശിക്കുമോ എന്ന് ചോദിച്ചപ്പോഴായിരുന്നു വിജയരാഘവന്റെ പ്രതികരണം. ഇതവിടെ അവിടുത്തെ ആ ജില്ലയിലെ ഒരു മന്ത്രിയല്ലേ പോയത്, ജില്ലയിലെ മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ട് അതിൽ പോയാൽ നമുക്ക് വിരോധപരമായിട്ട് വരാൻ വരും. നമുക്ക് ആർക്കും പോകാമല്ലോ, അതിലൊരു തെറ്റുള്ള കാര്യമില്ല. പക്ഷെ അതൊരു അങ്ങനെയാണ് ഇത് ഈ പ്രശ്നങ്ങളുടെ പരിഹാരം എന്നുള്ള കാണിച്ച് അത് മാത്രമേ. അതിപ്പോൾ ഇതുവരെ നമ്മളത് അങ്ങനെയൊന്നും അതൊക്കെ ഒരു പിന്നെ ആ വീട് LDF നേതാക്കൾ സന്ദർശിച്ചു എന്നുള്ളതുകൊണ്ടൊരു സന്ദേശം ഉണ്ടാവും എന്ന് നമുക്ക് കരുതാൻ വയ്യ. നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അത്തരം ഒരു പ്രതികരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഉണ്ടായിക്കൂടാന്നുള്ള കൃത്യമായ നിർദ്ദേശം കൂടി നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ഇപ്പോൾ ഇങ്ങോട്ടൊരു ആക്രമണം ഉണ്ടായാൽ പോലും പിന്നെ അങ്ങോട്ട് കടന്നാക്രമിച്ചുകൂടാന്നുള്ളൊരു നിലപാട് നമുക്കുണ്ട്. പെരിയയിലെ ഇ ചന്ദ്രശേഖരന്റെ സന്ദർശനം തെറ്റായ പ്രവണതയല്ലെന്നും സ്വാഭാവികം മാത്രമെന്നും കാനം രാജേന്ദ്രൻ. നാട്ടുകാരനായ മന്ത്രി എന്ന നിലയ്ക്കാണ് സന്ദർശനം. കേസിൽ പോലീസ് അന്വേഷണം നേരായ രീതിയിലാണ് നടക്കുന്നതെന്നും കാനം കോഴിക്കോട് മുക്കത്ത് പറഞ്ഞു. ഒരു പ്രദേശത്ത് ഒരാൾ പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമില്ലേ, അത് നമ്മൾ പിന്തുണയ്ക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം ആ പ്രദേശത്തെ ഒരു ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ അവിടെ പോയി. കാസർഗോഡ് ജില്ലയിലെ ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണിത്, അതുകൊണ്ട് അദ്ദേഹം പോയതായിട്ട് കൂട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. കേരളത്തിലെ പോലീസിന് വളരെ കഴിവുള്ള പോലീസാണെന്നാണ് ഞങ്ങൾ ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത്. വീട്ടുകാർക്ക് വിശ്വാസമില്ലെങ്കിൽ അവർക്ക് ന്യായമായ ഏതെങ്കിലും നീതിപീഠത്തെ സമീപിക്കാനൊക്കെയുള്ള
സാധ്യതയുണ്ട്. കേരള പോലീസിനെ തള്ളിയിട്ട് CBI വേണമെന്ന് കേരളത്തിലെ ഗവൺമെന്റിന് തീരുമാനിക്കാൻ ഇപ്പോൾ പറ്റിയില്ല. പെരിയ കൊലപാതകം രാഷ്ട്രീയമായി കാണേണ്ടതല്ലെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഇത് വ്യക്തികൾ തമ്മിലുള്ള വിരോധത്തിന്റെ ഭാഗമാണെന്നും ഒരു പാർട്ടിയും ഇങ്ങനെയൊരു കൊലപാതകത്തിന് തയ്യാറാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും കരുതിയിരിക്കണം. മുഖ്യമന്ത്രി തന്നെ കൊലപാതകത്തെ തള്ളിപ്പറയുകയും ശക്തമായ കേസന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ടെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. പുൽവാമ ഭീകരാക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ്. സൈനികർ വീരമൃത്യു വരിച്ച സമയത്ത് ഇതൊന്നും അറിയാത്ത പ്രധാനമന്ത്രി ജിം കോർബറ്റ് പാർക്കിൽ പ്രചരണ വീഡിയോയുടെ ചിത്രീകരണത്തിലായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ചിത്രീകരണ ഫോട്ടോ ഉൾപ്പെടെ കോൺഗ്രസ് പുറത്തുവിട്ടു. മോദി കപട ദേശീയവാദിയെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പുൽവാമ ഭീകരാക്രമണം നടന്നതിന് തൊട്ടുപിന്നാലെ ഇതൊന്നും അറിയാത്ത മട്ടിൽ പരസ്യ ചിത്രീകരണങ്ങളിലും യോഗങ്ങളിലും പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടിക്കെതിരെയാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. ഫെബ്രുവരി 14-ന് 3:10 ഭീകരാക്രമണമുണ്ടായി. 3:14 വാർത്തകൾ പുറത്തുവന്നു. എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ സംഭവം അറിഞ്ഞ ശേഷവും ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ തന്റെ പ്രശസ്തിക്കായുള്ള വീഡിയോ ചിത്രീകരണത്തിലായിരുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപണം. जब पूरा देश गुरुवार को 14 फरवरी 2019 को पुलवामा में 3:10 पर आतंकी हमला होता है जिसमें हमारे 40 जवान शहीद हो जाते हैं, पूरा देश उस सदमे से जूझ रहा था और देश के प्रधानमंत्री श्री नरेंद्र मोदी रामनगर नैनीताल के अंदर कॉर्बेट नेशनल पार्क में फिल्म की शूटिंग कर रहे थे. തെളിവുകളായി ചിത്രങ്ങളും ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടു. വൈകുന്നേരം 6 മണിവരെ മോദി ചിത്രീകരണം തുടർന്നതായും കോൺഗ്രസ് ആരോപിച്ചു. രാജ്യം ഞെട്ടിയിരിക്കുന്ന സമയത്ത് മോദി ഡിസ്കവറി ചാനൽ സംഘത്തോടൊപ്പം ബോട്ട് സവാരി നടത്തി. സംഭവം നടന്ന ശേഷവും അണികളുടെ മുദ്രാവാക്യം വിളികേട്ട് അഭിവാദ്യം ചെയ്തു. രാംഗഡിലെ PWD ഗസ്റ്റ് ഹൌസിൽ ഇതൊന്നും അറിയാത്ത മട്ടിൽ ചായ കുടിച്ചിരിക്കുകയായിരുന്നു മോദിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. രാജ്യം പ്രതിസന്ധിയിലായിരിക്കെ പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തുന്ന വിദേശ പര്യടനത്തെയും കോൺഗ്രസ് വിമർശിച്ചു. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടിയ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, BJP MP സാക്ഷി മഹാരാജ് എന്നിവർക്കെതിരെയും കോൺഗ്രസ് രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പോലീസ് വിലക്കും പ്രതിസന്ധികളും മറികടന്ന് കിസാൻ സഭ ലോങ് മാർച്ച് പ്രയാണം ആരംഭിച്ചു. വിവിധ ഇടങ്ങളിൽ നിന്നായി കർഷകർ ഇപ്പോഴും മാർച്ചിലേക്ക് ഒഴുകുകയാണ്. മഹാരാഷ്ട്ര സർക്കാർ ഇന്നലെ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ആദ്യ ലോങ് മാർച്ച് കഴിഞ്ഞ് 1 വർഷത്തോളമായിട്ടും ഉറപ്പുകൾ നടപ്പാക്കാൻ മഹാരാഷ്ട്രയിലെ BJP സർക്കാർ തയ്യാറാകാത്തതോടെയാണ് വീണ്ടും മാർച്ച് ചെയ്യുന്നത്. 180 കിലോമീറ്ററോളം താണ്ടി 27-ന് മഹാരാഷ്ട്ര നിയമസഭ വളയാനാണ് കർഷകരുടെ യാത്ര. മഹാരാഷ്ട്രയിലെ കർഷകർ വീണ്ടും ചുവടുവെച്ചു തുടങ്ങുകയാണ്. ഇന്നലെയും ഇന്നുമായി പല രീതിയിൽ മാർച്ച് പരാജയപ്പെടുത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളുണ്ടായി. മാർച്ച് ചെയ്യാൻ അനുമതി നൽകാതിരിക്കുക, പോലീസിനെ ഉപയോഗിച്ച് കർഷകരെ തടയുക, നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമം തുടങ്ങി സമരം അട്ടിമറിക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങളെല്ലാം അതിജീവിച്ചാണ് കർഷകരുടെ മാർച്ച്. ഇന്നലെ പ്രയാണം ആരംഭിക്കാനിരുന്ന മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ കർഷകരെ പോലീസ് മണിക്കൂറുകളോളം തടഞ്ഞതിനെ തുടർന്നാണ് ഇന്ന് യാത്രയാരംഭിക്കുന്നത്. കർഷകർ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നാസിക്കിലെത്തി. വഴിയോരങ്ങളിലും മൈതാനങ്ങളിലുമായിരുന്നു കഴിഞ്ഞ രാത്രി കർഷകർ കഴിച്ചുകൂട്ടിയത്. സമരം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ മന്ത്രി ഗിരീഷ് മഹാജൻ കർഷകരുമായി ചർച്ച നടത്തിയെങ്കിലും ഉറപ്പുകൾ നൽകാൻ സർക്കാർ തയ്യാറാകാഞ്ഞതിനെ തുടർന്ന് ചർച്ച പരാജയമായി. അനുനയ നീക്കങ്ങൾ സർക്കാർ തുടരുകയാണ്. ആവശ്യം അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് കിസാൻ സഭ നിലപാട്. 50,000-ലേറെ കർഷകർ മാർച്ചിൽ അണിനിരക്കുന്നു. ആദ്യ ലോങ് മാർച്ച് കഴിഞ്ഞ് 1 വർഷത്തോളമായിട്ടും നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ മഹാരാഷ്ട്രയിലെ BJP സർക്കാർ തയ്യാറാകാഞ്ഞതോടെയാണ് രണ്ടാം ലോങ് മാർച്ച്. 180 കിലോമീറ്ററോളം താണ്ടി ഫെബ്രുവരി 27-ന് മഹാരാഷ്ട്ര നിയമസഭ വളയാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാഗ്ദാനം നൽകി വഞ്ചിച്ച മഹാരാഷ്ട്ര സർക്കാരിന്റെ കടുത്ത നിലപാടിനെ വെല്ലുവിളിച്ചാണ് 10,000-കണക്കിന് കർഷകർ രണ്ടാം ലോങ് മാർച്ചിൽ അണിനിരുന്നത്. അതിജീവനത്തിനായുള്ള പോരാട്ടവുമായി മഹാനഗരത്തിലേക്ക് വീണ്ടും നടന്നെടുക്കുന്ന കർഷക പോരാളികളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ. മഹാരാഷ്ട്ര സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ കിസാൻ സഭ നയിക്കുന്ന ഈ കർഷക ലോങ് മാർച്ച് അതിജീവനത്തിനായുള്ള പോരാട്ട സമരത്തിന്റെ 2ാം ഘട്ടമാണ്. ചരിത്രത്തിൽ ഇടം നേടിയ നാസിക് കിസാൻ ലോങ് മാർച്ചിന്റെ ചുവട് പിടിച്ചാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ കർഷക പോരാളികൾ വീണ്ടും സമരമുഖത്ത് അണിനിരക്കുന്നത്. പാവപ്പെട്ട കർഷകരെ പ്രതീക്ഷകൾ നൽകി പറഞ്ഞു പറ്റിച്ച മഹാരാഷ്ട്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയാണ് കിസാൻ റാലി മുന്നേറുന്നത്. देवस्थान ट्रस्टच्या नावावर आहेत. कसतात कोण? आम्ही सगळे गोरगरीब शेतकरी कसतो, पण आमच्या नावावर त्या जमिनी नाही. खरी गोष्ट आहे की नाही? കാർഷിക കടം എഴുതിത്തള്ളൽ, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തറവില, കാർഷിക പെൻഷനും കൃഷിക്ക് ആവശ്യമുള്ള വെള്ളവും ലഭ്യമാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെങ്കിലും
കർഷക ആത്മഹത്യയിൽ മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്രയിലെ ഈ അധ്വാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. कि कमाई तो आज छोड़ो, उनका खर्चा ही नहीं मिल रहा है, उनको रहने के लिए पैसे हाथ में रहते नहीं है. 1.5 ലക്ഷത്തോളം വരുന്ന കർഷകരിൽ ഭൂരിഭാഗവും ജീവിത സായാഹ്നത്തിലെത്തിയവർ. 60, 70, 80 വയസ്സ് പ്രായമായ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന അധ്വാന വർഗമാണ് അതിജീവനത്തിനായുള്ള നിശബ്ദ പോരാട്ടത്തിൽ പങ്കാളികളാകുന്നത്. തോൽപ്പിക്കപ്പെട്ടവരുടെ, വഞ്ചിക്കപ്പെട്ടവരുടെ മനസ്സിൽ ആളിക്കത്തിയ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റായി വീണ്ടും അവർ എത്തുകയാണ്. അധ്വാനത്തിന്റെ കൂലി കിട്ടാത്തതാണ് ഈ പാവങ്ങളുടെ മൗലികമായ പ്രശ്നം. വിളവുകൾ ചുളുവിലയിൽ ഇടനിലക്കാരും കോർപ്പറേറ്റ് കച്ചവടക്കാരും തട്ടിയെടുക്കുമ്പോൾ രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ നേട്ടങ്ങൾ അറിയിക്കുന്നവർക്ക് കിട്ടാതെ പോകുന്നു. നാസിക്കിലെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും കൂടുതൽ ലാഭം എടുക്കുന്നത് ഇവിടുത്തെ ഇടനിലക്കാരാണ്. വിളവുകൾ മൊത്തമായി കർഷകരിൽ നിന്നും വാങ്ങി ശീതീകരിച്ച ഭീമൻ സ്റ്റോറേജുകളിൽ നിറവും സ്വാദും പോകാതെ മരവിപ്പിച്ചു സൂക്ഷിക്കുന്നവരാണ് ലാഭം കൊയ്യുന്നവർ. ഓഫ് സീസണിൽ മോഹവിലയ്ക്ക് വിൽക്കാനാകുമെന്ന കുത്തക തന്ത്രവുമായി ഇവർ കമ്പോളങ്ങളിൽ വിലപേശി കൊള്ളലാഭമുണ്ടാക്കുമ്പോൾ വിളവിനായി വിയർപ്പൊഴുക്കിയവർ വഞ്ചിക്കപ്പെടുന്നു. आमची लईच अवस्था खराब आहे. तांबड्याला पार तारो म्हणलं तर 50-60 रुपये खर्च येतो. आम्हाला त्याच्यात काही प्रॉफिट भेटत नाही. അധ്വാനിച്ചുണ്ടാക്കിയ വിളവുകൾക്ക് വിലയില്ലാതാകുമ്പോൾ കന്നുകാലികൾക്ക് തീറ്റയായി നൽകേണ്ടി വരുന്ന ഗതികേടിലും മണ്ണിനെ ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്ത കർഷകരെ നാസിക്കിൽ കാണാം. आणि आता जाळी तर चालली आमची फक्त 30-40 रुपये, तर ती बाजारात न्यायला पण परवडत नाही. കർഷക സഹകരണ സംഘങ്ങൾ വഴി മാർക്കറ്റിൽ നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ എല്ലാ കൃഷിയിടങ്ങളിൽ നടപ്പാക്കണം. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നത് താൽക്കാലിക പരിഹാരം മാത്രമാണ്. കടം എടുക്കേണ്ടി വരുന്നത് കർഷകരുടെ വിഷമം കൊണ്ടാണ്. ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള സാമഗ്രികൾ ഒരുക്കാൻ, പ്രത്യേകിച്ച് വളം, അതുപോലെ തന്നെ ഉഴുതുമറിക്കാനുള്ള ചെലവ്, ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് കടമെടുക്കേണ്ടി വരുന്നത്. നാസിക്കിൽ കിസാൻ സഭയുടെ രൂപീകരണത്തെക്കുറിച്ച് ആദ്യകാല മലയാളികൾ അനുഭവങ്ങൾ പങ്കുവച്ചു. 1984 EMS നമ്പൂതിരിപ്പാടും സീതാറാം യെച്ചൂരിയും എല്ലാവരും കൂടെ ഇവിടെ വന്ന് അന്നൊരു വലിയ മീറ്റിംഗ് നടത്തി. അന്ന് തൊട്ടാണ് ഇവിടെ ഈ കിസാൻ സഭയുടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്ന വിഭാഗമാണ് മഹാരാഷ്ട്രയിലെ കർഷകർ. സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾ കാരണമാണ് ഇത്രയധികം കർഷക ആത്മഹത്യകൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൃഷി ആവശ്യങ്ങൾക്കുള്ള പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടതോടെയാണ് പലരുടെയും ജീവിതം തകിടം മറിഞ്ഞത്. കഴിഞ്ഞ 3 വർഷമായി പ്രതിവർഷം 3000-ലേറെ കർഷകരാണ് നിസ്സഹായാവസ്ഥയിൽ ജീവനൊടുക്കിയതെന്ന് പറഞ്ഞാൽ ഈ അവകാശ പോരാട്ടത്തിന്റെ ഗൗരവം മനസ്സിലാകും. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്, ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ജമ്മുകശ്മീരിൽ കൂടുതൽ ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന റിപ്പോർട്ട്. പുൽവാമ മോഡൽ ആക്രമണത്തിന് ജെയ്ഷെ മുഹമ്മദ് തയ്യാറെടുക്കുകയാണെന്നും 48 മണിക്കൂറിനുള്ളിൽ സൈനിക വാഹന വ്യൂഹം ആക്രമിച്ചേക്കുമെന്നുമാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഈ മാസം 14-നാണ് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിൽ 44 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായത്. തൊട്ടു പിന്നാലെയാണ് വീണ്ടും ആക്രമണ സാധ്യത ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന LDF തെക്കൻ മേഖലാ ജാഥ പത്തനംതിട്ട ജില്ലയിൽ പര്യടനം തുടരുന്നു. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലായിരുന്നു ആദ്യ പര്യടനം. അതേസമയം കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു. ജില്ലാ അതിർത്തിയായ അടിവാരത്ത് LDF നേതാക്കൾ ജാഥയെ വരവേറ്റു. ലതീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ലതീഷ്, കാനം നയിക്കുന്ന കേരള സംരക്ഷണ യാത്ര കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണോ? എങ്ങനെയാണ് ജാഥ പുരോഗമിക്കുന്നത്? കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ആവേശോജ്ജലമായ സ്വീകരണമാണ് ആദ്യ സ്വീകരണ കേന്ദ്രമായ മുക്കത്ത് ലഭിച്ചത്. 3 ദിവസത്തെ പര്യടനത്തിനായാണ് കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF ജാഥ ഇന്ന് രാവിലെ കോഴിക്കോട്ടെത്തിയത്. വയനാട്ടിൽ നടത്തിയ ജാഥയെ അടിവാരത്ത് LDF നേതാക്കൾ ചെണ്ടമേളത്തോടെയാണ് വരവേറ്റത്. മന്ത്രി AK ശശീന്ദ്രൻ, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PM മുഹമ്മദ് റിയാസ്, ജില്ലയിലെ LDF MLA-മാർ എന്നിവർ ജാഥയെ സ്വീകരിക്കാൻ ജില്ലയിലേക്ക് വരവേൽക്കാൻ രാവിലെ തന്നെ അടിവാരത്തെത്തിയിരുന്നു. തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കത്തായിരുന്നു തുടർന്ന് ആദ്യ സ്വീകരണം. മുത്തുകുടകളും വാദ്യമേളങ്ങളും
ആണ് ജാഥയെ മുക്കം മലയോര മേഖലയായ മുക്കം മണ്ഡലം തിരുവമ്പാല മണ്ഡലം വരവേറ്റത്. സ്ത്രീകളടക്കം വൻ ജനപങ്കാളിത്തം മുക്കത്തുണ്ടായിരുന്നു. ശബരിമലയുടെ പേരിൽ വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കാനാണ് കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും LDF സർക്കാർ ശബരിമലയുടെ സർവ്വതോന്മുഖ വികസനം നടപ്പാക്കുമ്പോൾ ഭക്തരെ തടയുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും കാനം രാജേന്ദ്രൻ പറയുകയുണ്ടായി. കേന്ദ്രം കേരളത്തോട് വൈരനിര്യാതന ബുദ്ധിയോടെയാണ് പെരുമാറുന്നതെന്നും കാനം പറഞ്ഞു. ജോർജൻ തോമസ് MLA അധ്യക്ഷതയിലാണ് സ്വീകരണ പൊതുയോഗം നടന്നത്. ജാഥാംഗം കൂടിയായ MP ഗോവിന്ദൻ മാസ്റ്ററും മുക്കത്ത് സംസാരിച്ചു. അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ സ്വീകരണ കേന്ദ്രമായ കൊടുവള്ളിയിലേക്ക് ജാഥ എത്തിച്ചേരും. കൊടുവള്ളി സ്വീകരണത്തിന് ശേഷം ഇന്ന് ബാലുശ്ശേരിയിലാണ് പിന്നീടുള്ള സ്വീകരണം. അതിനുശേഷം വൈകിട്ട് പേരാമ്പ്രയിലെ സ്വീകരണത്തോടുകൂടി ആദ്യ ദിനത്തിലെ പര്യടനം, കോഴിക്കോട് ജില്ലയിലെ പര്യടനം വടക്കൻ മേഖലാ ജാഥ അവസാനിപ്പിക്കും. നാളെയും മറ്റന്നാളും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ജാഥ പര്യടനം നടത്തുക. ശരി, വിവരങ്ങളാണ് ലതീഷ് നൽകിയത്. ഇടവേള. സ്വർണ്ണക്കുടത്തിലെ കള്ളന്മാർ. കൈരളി പീപ്പിൾ TV പരമ്പര തുടരുന്നു. ഇതുവരെ ഞങ്ങളുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയ ജുവലറികൾ ഇവർ. തൃശൂർ കോണിക്കര, കായംകുളം അറേബ്യ, പെരുമ്പാവൂർ നക്ഷത്ര, കാഞ്ഞങ്ങാട് മിനാർ. എന്നാൽ ഇവരിൽ ഒതുങ്ങുന്നില്ല ഞങ്ങളുടെ ഒളിക്യാമറ അന്വേഷണം. ഞങ്ങളുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയ സ്വർണ്ണ വെട്ടിപ്പുകാർ ഇനിയുമുണ്ട്. നാളെ ആരെന്നറിയണ്ടേ? കാണുക രാവിലെ 9 മണി മുതൽ പീപ്പിൾ TVയിൽ. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒഡീഷ. 19 വർഷമായി ഒരേ പാർട്ടിക്ക് അനുകൂലമായി വിധി എഴുതുന്ന ഒഡീഷക്കാരുടെ രാഷ്ട്രീയത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാരം മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷയിലെ സ്ഥാനാർത്ഥിത്വം വരെ സംസ്ഥാനത്തെ ചർച്ചാ വിഷയങ്ങളാണ്. ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പോലും പങ്കെടുക്കാതെ ദേശീയ രാഷ്ട്രീയത്തിലെ വ്യത്യസ്തനായ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനും കണക്കുകൂട്ടലുകൾ ഏറെ. 21 ലോക്സഭാ സീറ്റും 147 നിയമസഭാ സീറ്റുകളും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഒഡീഷയിൽ BJPക്കും കോൺഗ്രസിനും പ്രതീക്ഷകൾ വലുതാണ്. 2000 മുതൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ ബിജു ജനതാദൾ എന്ന ചെറുപാർട്ടി സംസ്ഥാനം കൈയടക്കിയിട്ട് 19 വർഷമാകുന്നു. BJD ഭരണമാരംഭിച്ച ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനും BJPക്കും ഒഡീഷക്കാർ കാര്യമായ സീറ്റുകളൊന്നും നൽകിയിട്ടില്ല. 2014 മോദി തരംഗത്തിൽ പോലും BJPക്ക് ആകെ ലഭിച്ചത് 1 സീറ്റ്. കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമായി. 20 സീറ്റിലും BJP വിജയക്കൊടി പാറിച്ചു. പക്ഷെ ഇത്തവണ BJPക്ക് പ്രതീക്ഷയുണ്ട്. 2017 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 297 സീറ്റുകളിൽ വിജയിച്ച് BJP സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ പാർട്ടിയായി. ഹിന്ദി ബെൽറ്റിൽ ഇത്തവണയുണ്ടാകുന്ന ക്ഷീണം മാറ്റാൻ ഒഡീഷയിൽ കഴിയുമെന്ന് അമിത്ഷാ കരുതുന്നു. ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അഭ്യൂഹമുണ്ട്. വാരണാസി കൈയൊഴിഞ്ഞ് ഒഡീഷയിലെ പുരി മോദി നോട്ടമിട്ടതായി ശക്തമായ പ്രചാരണം BJP നടത്തുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന മോഹം കോൺഗ്രസ് ഉപേക്ഷിച്ചു. JMM, CPI തുടങ്ങിയ പാർട്ടികളുമായി ചർച്ച ആരംഭിച്ചതായി കോൺഗ്രസ് PCC അധ്യക്ഷൻ നിരഞ്ജൻ പട്നായിക് സ്ഥിരീകരിക്കുന്നു. 2014 കണക്കനുസരിച്ച് സീറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസിന് 25.71% വോട്ടുണ്ട്. BJPക്കാകട്ടെ 19.99%. ബിജു ജനതാദളിന് 44.77%. 1999 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം സംസ്ഥാനത്ത് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച ഏക പാർട്ടി ബിജു ജനതാദളാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ജനസമിതിയിലാണ് പാർട്ടി പ്രതീക്ഷ. കേന്ദ്രത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികളോട് എപ്പോഴും അകലം പാലിക്കുന്ന നവീൻ പട്നായിക് CBIയുടെ ബംഗാളിലെ നീക്കത്തെ എതിർത്ത് മമതയോടൊപ്പം എത്തിയതാണ് ആകെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തോട് അടുപ്പം കാട്ടിയ സന്ദർഭം. ഇപ്രാവശ്യത്തെ പത്മശ്രീ പുരസ്കാരം നവീൻ പട്നായിക്കിന്റെ സഹോദരി ഗീതാ മേത്ത നിരസിച്ചതുപോലും BJP ബന്ധം ആരോപിക്കാതിരിക്കാനാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.